അവനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ ഡോഗ് അവൻ്റെ ബാക്കിൽ തന്നെ പോകുന്നുണ്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്തിട്ട്. അപ്പോൾ കണ്ടില്ല അവൻ്റെ ബാക്കിൽ ഇങ്ങനെ 3 പട്ടികളുണ്ട്. മാസമൊന്നും അല്ല കേട്ടോ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മോണോമാർ. അങ്ങനെ നമ്മുടെ പൂനെയിലത്തെ ലക്കീരെ സെക്കൻഡ് ഡേയിലത്തെ വീഡിയോ ട്രെയിനിങ്ങിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇനഫ് ബോയ് ഇവനാണെങ്കിൽ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ളൊരു ഡോഗാണ്. അപ്പോൾ അവൻ്റെ ഓണർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്ത്, ഇവനെ വണ്ടിയിൽ കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇവൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിക്കുകയാണ്, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസുകളൊക്കെ. ഇന്നവനെ നമ്മൾ വണ്ടിയിലിട്ട് ഇവിടെയൊക്കെ നമ്മളൊരു ഓഫ് ലീഷ് ട്രെയിനിങ് ഒക്കെ നടത്തി വണ്ടിയിൽ എങ്ങനെയുണ്ട് ഇവൻ്റെ ബിഹേവിയറിങ്, ആ കറക്ഷനുകളും പിന്നെ പുറത്ത് കൊണ്ടുപോയിട്ടുള്ള കുറച്ച് ഓഫ് ലീഷ് ട്രെയിനിങ്ങുകളും ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രെയിനിങ്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കയറാനും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഇതൊന്ന് കണ്ടിന്യൂസ്ലി ഒന്ന് നോക്കി നോക്കാം. വീഡിയോ എങ്ങനെയുണ്ടാവുമെന്ന് അറിയില്ല, ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലക്കീനെ കൊണ്ടിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ ആൾ ഇങ്ങനെ കിടന്ന് റൗണ്ട് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇപ്പോൾ അവനൊരു കാമായിട്ട് നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇരുത്താനും കെടുക്കാനാണ് പഠിപ്പിക്കേണ്ടത്. കുറച്ചുകൂടി നല്ല പബ്ലിക്കുള്ള റോഡുകളിലേക്ക് നമുക്ക് പോയിട്ടും ഇവൻ്റെ ഓഫ് ലീഷ് ട്രെയിനിങ് നമുക്ക് നോക്കാം. വേറെയുള്ള പുറത്തേക്കുള്ള സ്ഥലങ്ങളിൽ അവൻ്റെ ട്രെയിനിങ് എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയൊക്കെ. വേറെയുള്ള ഡോഗ്സിനൊക്കെ കാണുമ്പോൾ ഓടി പോകുന്നുണ്ടോ, വെറും 2ാമത്തെ ദിവസമാണ് ആയിട്ടുള്ളൂ. പലർക്കുള്ള സംശയങ്ങളാണ് ഈ 2-3 ദിവസം കൊണ്ടൊക്കെ ഡോഗ്സ് ഈ കമാൻഡുകൾ ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ 3 കമാൻഡാണ് ഇതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ ഇനഫ്, ക്വിക്ക്, പുഷ്, ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ. ഇതവൻ്റെ കറക്റ്റ് മൈൻഡിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ റീകോളിങ്ങിൽ വരുള്ളൂ. ക്വിക്ക് എന്നുള്ള കമാൻഡ് നമ്മൾ ഉപയോഗിക്കുന്നത് കമ്മിനാണ്, നഫ് എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുന്നത് നോക്കിയാണ്, പൗസ് എന്നുള്ള കമാൻഡ് ഉപയോഗിക്കുന്നത് സ്റ്റേക്കാണ്. ഈ 3 കമാൻഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവൻ്റേതായിട്ടുള്ള ടെറിട്ടറിയിലുള്ള ഡോഗ്സിൻ്റെ അടുത്തൊക്കെ ഒരു പ്രത്യേക ഒരു ഡൊമിനൻസി ഇവനുണ്ടാവും. ഇപ്പോൾ ഔട്ട് സൈഡിലുള്ള ഡോഗ്സിൻ്റെ അടുത്ത് എങ്ങനെയാണ് ഇവൻ്റെ ബിഹേവിയറിങ്, ഔട്ട് സൈഡിൽ വണ്ടികളും റോഡൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇവൻ നല്ല രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ തൊട്ടിട്ട് തന്നെ വൈകിട്ട് തൊട്ടിട്ട് തന്നെ ആൾക്ക് ഈ ഓഫ് ലീഷിൽ എങ്ങനെ വാക്ക് ചെയ്യുക, ബോഡി ലാംഗ്വേജ് ഒക്കെ എങ്ങനെ വെക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് നോക്കി വെക്കാം. ഇനിയുള്ള കണ്ടിന്യൂ ആയിട്ടുള്ള പല സ്ഥലങ്ങളിൽ നമുക്ക് ഇറക്കി ഇവനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നോക്കാം. ഈ ഒരു ട്രെയിനിങ് മെത്തേഡ് അവർക്കും കൂടി നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണ്ടത്. ഒരു 1 month, 2 month, 3 month ഒക്കെ. അതിൽ കൂടെ ഡോഗിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു ബിഹേവിയറിങ് ഒക്കെ അവർ ഓണേഴ്സിന് മനസ്സിലാവും. അവർ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഈസിയാണ്. അവനും അതൊരു നല്ലൊരു ടൈം പീരീഡാണ് ഒരു 9 month എന്ന് പറഞ്ഞാൽ. ലൈഫ് ലോങ് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യും. എനി ടൈമിലും നമുക്ക് ഒരു ഡോഗിനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ഓണേഴ്സിൻ്റെ അടുത്ത് നമ്മൾ എന്നും കണക്റ്റഡ് ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും അവർക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അങ്ങനെയാണ് അതിൻ്റെ രീതി. ഡൗൺ ആയി നോക്കുന്നത് ഞാനൊന്ന് കാട്ടിത്തരാം. തന്നപ്പോൾ ആൾ നല്ല രീതിയിൽ തന്നെ ഡൗൺ ആയിട്ട് കിടക്കുന്നുണ്ട്, കാമായിട്ട് ക്വൈറ്റായിട്ട്. ഈ ഒരു രീതിയിലാണെങ്കിൽ അവർക്ക് അവനെ എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. फ्रंट सीट में बिठाए तो ये क्या करता है? ऐसा एक जगह पे नहीं बैठता, यहाँ पे मुंह लगाओ, यहाँ पे पैर मारो. ये ड्राइवर सीट पे मैं बैठा हूँ तो बार बार स्टीयरिंग पे पैर लगाएगा, या फिर पीछे चला जाने के लिए यहाँ से कूदेगा. कभी पीछे रहेगा तो पीछे से बीच में आएगा, 2 पैर आगे 2 पैर पीछे, ऐसा होता है उसका. हमको रिटर्न आने को टाइम नहीं है तो थोड़ा टाइम के बाद हमको फ्रंट सीट में भी बिठा के देखेगा कैसा बैठ. ठीक. अभी 2 दिन ये सेकंड डे है ना? हाँ, सेकंड डे. अभी आपको कोई डॉग की कोई चेंज पता चला क्या? हाँ, बहुत चेंज हुआ उसमें यार. मतलब कल से उसका ट्रेनिंग चालू हुआ है तो उसमें चेंजेस, मतलब कल से जब से ट्रेनिंग चालू हुआ तब से ऑफ लीश ही. पहले ऑफ लीश नहीं रहता था, अभी ऑफ लीश मेरे साथ भी आता है, आपके साथ भी आता है. वो पहले उसको बार बार लीश पकड़ के चलना पड़ता, बहुत खींचता था. हमको भी खींच के लेके जाता था वो पहले, ऐसा था. लेकिन अभी कल से जब से ट्रेनिंग चालू है तब से वो एकदम
साइलेंटली अच्छे से चलता है, साथ में चलता है, खींचता नहीं, कुछ नहीं, छोड़ के आगे पीछे नहीं चलता, अपने साथ ही चलता है बराबर वो। अभी अननोन जगह पे लेके जा रहे उसमें, हाँ दूसरा मेन रोड में, हाईवे पे। हाँ ये टाइम दूसरा कुत्ता देखे तो रोड क्रॉसिंग करने को टाइम आपको कोई टेंशन नहीं? नहीं, कोई टेंशन नहीं। टेंशन नहीं, कॉन्फिडेंस है आपको? थोड़ा ये होता है उसका। अभी कल से हम लोग देख रहे हैं, ज्यादा ये नहीं कर रहा उछल कूद, साथ में ही चल रहा है अपने वो। ऐसा छोड़ के कोई जाएगा ये होगा, ऐसा अभी तक तो कल से उसने नहीं किया। भी देखेगा हमको, हाँ। दूसरा डॉग्स भी देखे तो कैसा चलना, आप भी ये एक्सपीरियंस करना। हाँ हाँ ये कॉन्फिडेंस आपको दे रहे मैं। हाँ हाँ। ये पहले बहुत जाता था, पहले उसको लेके जाते थे ना घूमने के लिए, तो कुत्ता वगैरह बाजू में कोई आएगा स्ट्रीट डॉग तो सीधा अपने को खींच के उसकी तरफ लेके जाता था, उसके ऊपर झपट्टा मारने के लिए। अभी आप बोले ना ये चौक चेन का ट्रेनिंग, हाँ चौक चेन का। पसंद नहीं आपको? हाँ ऐसा बहुत आदमियों को पसंद नहीं। हाँ ये चौक चेन में खींच के हाँ। बाद में ये चौक चेन डाले तो मतलब कुछ करता है। कैसा होता था, बेल्ट के ऊपर वो बहुत मस्कुलर होता था। अगर उसको पहले बेल्ट ट्राई किया था, बेल्ट से उसको कुछ ऐसा ये नहीं होता था कि कुछ फील ट्रेनिंग के वक्त उसको, अगर चौक चेन उसको डालता था तो थोड़ा उसका ये टाइट हो जाता था, तो थोड़ा कंट्रोल में आता था। लेकिन बाद में फिर वो चौक चेन का भी उसके ऊपर कोई असर नहीं गिरता था। वो चौक चेन भी कितना भी टाइट होता था, अपने को खींच के ही लेके जाएगा कुत्ते के पास, स्ट्रीट डॉग अगर कोई दिखा तो। हाँ, धीरे धीरे ये ऐसा ही करता है। हाँ। चौक चेन में हाँ ये कितना भी खींचो, हाँ। मेरे को नो प्रॉब्लम, आई विल डू इट, ऐसा होता है उसका एटीट्यूड। ये चौक चेन पनिशमेंट के लिए यूज करता है ज्यादा ट्रेनर्स। हाँ ऐसा ऐसा खींच के हाँ। उसका नेक का क्लोज में डाल के भी हाँ हाँ अलग टाइप में ई कॉलर डालता है। कभी कभी इधर डालता है, हाँ। कभी कभी क्लोज में लेके डालता है। हाँ क्लोज में लेके डाले तो बाद में इतना नहीं कर सकता, हाँ। बाद में उसको ऐसा आता है डॉग्स को। ये बहुत आदमियों को पसंद नहीं, हाँ ऑनेस्ट को भी बहुत पसंद नहीं। हाँ। इस कारण से हम हमारा मॉडर्न ट्रेनिंग मेथड ई कॉलर यूज किया। हाँ उसमें डॉग को नेगेटिव इम्पैक्ट नहीं होता। हाँ उसको अच्छा से यूज किए तो ई कॉलर बहुत अच्छा डिवाइस है। हाँ। एक अच्छा डॉग बिहेवियर से आप उसका मैनुअल हाँ। और डॉग का बिहेवियरिंग सब समझ के आप ये यूज़ किए तो बहुत अच्छा है। ये तलवार ऐसा है, हाँ तलवार से आप मराठी ऐसे कारण से मैं बोल रहे, हाँ। तलवार से हम के लिए एक राज भी बना के रखा है हमारा महाराज। हाँ तलवार से बहुत गंदा काम भी चलता है, हाँ बट तलवार से बहुत अच्छा काम भी चलता है। चलता है। ये अच्छा से यूज़ करना चाहिए, इतना बढ़िया डिवाइस है। फॉरेनर्स बहुत यूज़ करता है। हाँ। इधर का आदमी हम डंडा लेके मारता है, हाँ। नहीं ये तो हाथ लेके मार के ट्रेन करता है। हाँ हाँ हाथ से मार के और डंडा से मार के कोई ट्रेनिंग की है तो पॉजिटिव इम्पैक्ट हो जाएगा। पॉजिटिव इम्पैक्ट बोले तो पॉजिटिव पनिशमेंट, हाँ डॉग का माइंड में ये पॉजिटिव इम्पैक्ट। मॉडर्न ट्रेनिंग मेथड में हाँ। ई कॉलर यूज़ करके किए तो ना हाँ डॉग को कुछ नहीं समझेगा, बट उसको नेगेटिव पॉजिटिव अच्छा से समझेगा। हमको क्या पसंद है, हाँ क्या है अच्छा चीज़, क्या है बुरा चीज़। अभी एक डॉग का पीछे भाग रहे, हाँ। एक गाय का पीछे भाग रहे, हाँ। एक आदमी को ऊपर भौंक रहे, काटने को देख रहे, हाँ। ये सब डॉग अच्छा सोच कर रहे। हाँ मेरे ऑनर्स ने मैं प्रोटेक्ट करूँगा, हाँ। ये सब गंदा चीज़ है उसका माइंड में है। हाँ। ये अच्छा से सोशलाइजेशन करके ये डिवाइस अच्छा से यूज़ किए तो ये बहुत अच्छा परफेक्ट। बट ये चीज़ 2-3 मंथ यूज़ किए तो ई कॉलर का ज़रूरत ही भी नहीं। हाँ हम भी वागिया को भी मतलब मेरे को- परफेक्ट उसमें वो ट्रेन हो जाता है, हाँ, कमांड उसको वगैरह वो mind में सीख जाता है, समझेगा। सेट हो ये- जाता है उसके ये- माइंड में। ये गंदा चीज़ है, ये दूसरा डॉग देखे तो भागना चाहिए। मेरा ओनर हाँ। को पसंद नहीं, हाँ बाद में मैं क्या करने को। हाँ अभी मेरा वागिया ने लेकर जाने के टाइम कुंभ मेला का टाइम में थोड़ा टाइम यूज़ किया, बहुत अग्रेसिव हाँ, हाँ। कैरेक्टर था उसका। हाँ अभी उसको कुछ नहीं यूज़ करता। हाँ अभी वो मेरे विदाउट ई कॉलर ही होता हाँ, है। छोटा फीमेल को भी कुछ नहीं यूज़ करता। उसको हाँ। पता है उसका माइंड मेरे हाथ में है। हाँ सब ऑनर्स का प्रॉब्लम क्या है, उसका माइंड ऑनर्स का हाथ में नहीं है। हाँ ऑनर को पता नहीं हाँ। ये क्या क्या करता है, बट लैंग्वेज हमको, हमारे पास एक लैंग्वेज है ना, हाँ। ऐसा कारण से
बहुत आदमियों को उनका बच्चा क्या करता है, उसका वाइफ क्या करता है, उसका फ्रेंड्स क्या करता है, उसका भाई क्या करता है, ये सब घर वालों को पता है। हाँ। मेरे को आपका कैरेक्टर के बारे में इतना पता नहीं। हम हाँ। लोग 2-3 दिन का कम्युनिकेशन में पहले भी कम्युनिकेशन करता था, हाँ। सोशल मीडिया से, फ़ोन से, बट डायरेक्ट में आपके साथ 1 मंथ 2 मंथ रुके तो मेरे को ऑटोमेटिकली आपको क्या क्या चीज़ पसंद है, हाँ। क्या क्या पसंद नहीं, सब मेरे को समझाएगा। ऐसा है, डॉग का माइंड पकड़ना चाहिए। हाँ। ये बात में एक बच्चा ऐसा हमको पता है, हाँ। अनप्रिडिक्टेबल नहीं होता, हाँ। प्रिडिक्टेबल होता है। ये चीज़ मेरे डॉग को पसंद नहीं, ऐसा हाँ। कारण से वार्निंग कमेंट बोलना चाहिए। हाँ। हाँ। अनप्रिडिक्टली ये जाने को पहले बहुत ज़्यादा डिस्ट्रैक्शन है तो हमको एडवांस कमेंट भी बोल सकता हूँ। हाँ। उसको ये वार्निंग कमेंट भी बोल सकता हूँ। क्या है वार्निंग कमेंट, क्या है एडवांस कमेंट, हाँ। क्या है एडवांस ट्रेनिंग में भी बहुत ट्रेनर्स बोलता है ना, हाँ। ये ओबीडियंस ट्रेनिंग, हाँ। ये एडवांस ओबीडियंस, हाँ। ऐसा बोलता है ना। हाँ। ऐसा बहुत टाइप ट्रेनिंग से प्रोफेशनल ट्रेनिंग में भी अलग अलग कॉम्पिटिशन है, ऐसा बहुत है। बट मैं बोल रहा एक परफेक्ट इंसान ऐसा आपको ये डॉग बनाने के लिए हाँ। सब मैं एक बार एक्सपीरियंस करके दूंगा। 2-3 डेज में मेरे को इतना होता है तो आपका बच्चा है, हाँ। लाइफ लॉन्ग हमेशा आपको मेरे ये साथ कंट्रोल कर रहेगा। सकता हूँ। हाँ। मेरे से मैं एक्सपेशली एक डॉग ट्रेनर है, यही हाँ। आपको बोल सकता हूँ। बट हाँ। आपसे कुछ भी मेरे को ज़्यादा नहीं, हाँ। समझे, 2 पैर है, 2 हाथ है, कुछ भी नहीं। हाँ। बट ये आपका डॉग है, हाँ। आपको पता है ये कैसा बिहेवियरिंग करता है छोटा हाँ। टाइम से, मेरे से ज़्यादा। हाँ। आप भी ये ट्रेनिंग को बाद आप भी एक ट्रेनर है, समझा आपको। हाँ। दूसरा एक डॉग ले तो भी और कोई ट्रेनर का ज़रूरत ही नहीं है आपको। हाँ। समझा। आपका रिलेटिव्स को भी एक डॉग है तो आपको ये ट्रेनिंग मेथड उनको गाइड कर सकता हो। आप अच्छा इंटरेस्टेड आदमी है तो उसको आपको बिजनेस करके भी टाइम है तो भी बहुत अच्छा है। अभी मैं आपको भी ट्रेनिंग सिखा रहे, हाँ। डॉग को भी सिखा रहे, ये लाइफ लॉन्ग दोनों को भी है, समझा आपको। हाँ। ये कॉन्फिडेंस चाहिए, एक्सपीरियंस करना चाहिए। ये एक्सपीरियंस करने के लिए एक्सट्रीम जगह पे भी मैं लेके जाऊंगा। हाँ। रोड क्रॉसिंग करने वाला जगह, गाय, दूसरा डॉग, सब जगह हमारा उधर इतना नहीं, बट ये टेरिटरी में भी इजी कंट्रोल कर सकता हूँ। इतना क्लोज करके लेकर जाने को टाइम उसका फ्री कमांड भी हम सीखना। हाँ। ये कैसा है, फ्री होना, हाँ। फ्री भी होना, स्मार्ट ट्रेनिंग है। डॉग डर के नहीं हाँ, कर रहे, हाँ। चौक चेन डाल के करने को टाइम डॉग डर के करता थोड़ा ये है। होता है। हाँ। हमको चाहिए स्मार्ट ट्रेनिंग, स्मार्ट एटीट्यूड। हाँ। ऐसा हमारे उधर हाथी ने लेके जाता है, हाँ। कोई ट्रेनर डरते लेके जाता है, हाँ। कोई आदमी स्मार्ट से भी करता है। हाँ। हमारे उधर हाथी ज़्यादा चलता है। हाँ। हाथी आपके यहाँ पे होता है। मैं सब आपको घोड़ा का ट्रेनिंग भी ऐसा है, स्मार्ट ट्रेनिंग भी है। हाँ। दूसरे बट आपका इधर लेकर आके डॉग ट्रेनर ट्रेन किया, हाँ। एक दिन आएगा, आधा घंटा 1 घंटा ट्रेन करके चलेगा। हाँ। एक सेक्शन बोलता है उसको। हाँ। बाद में 2 दिन का बात आता है। हाँ। ये तो कंटिन्यूसली 1 घंटा 2 घंटा के लिए आता है ट्रेन। हाँ। आई डोंट नो, बट मैं बोल रहा हूँ मैं आपका डॉग ने लिए 24 आवर्स मेरे साथ है ना डॉग। हाँ। आपके हमारा साथ रूम ही में ही एक रखता है ना। हाँ। क्यों, उसको खाना खिलाना, उसको मसाज करना, उसका बॉन्डिंग में साथ बॉन्डिंग बढ़िया बना रहे। हाँ। मेरे दोस्त बना रहे। हाँ। हाँ। ऐसा कारण से ये मान रहे स्मार्ट से, मैं ट्रेनर हूँ, मैं तू ऐसा करना, ये कुछ डॉग को पता नहीं। फर्स्ट डॉग के साथ बढ़िया अटैचमेंट बिल्ड करना है। मैं ट्रेनर है, सिर्फ इतना ही करता हूँ, हाँ। तू सब वैसा करना, ये सक्सेस नहीं होता। डॉग को साथ फ्रेंडशिप बिल्ड करके, अटैचमेंट बिल्ड करके, बहुत प्यार से मेरे साथ ही सोता है, उसको कितना कॉन्फिडेंस में दे रहे, ये സ്മാർട്ട്നെസ് से हम अभी देखता हूँ. ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവരായിട്ട് നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക, അറ്റാച്ച്മെൻറ്റ് ബിൽഡ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ട്രെയിനിങ് മെത്തേഡുകൾ പറയേണ്ടത്. ചോക്ക് ചെയിൻ ഉപയോഗിച്ചിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പേടിച്ചിട്ടാണ് ചെയ്യുക. നല്ല രീതിയിൽ ടൈറ്റായിട്ട് അതൊരു ഹരാസ്മെൻ്റായിട്ട്. മുമ്പ് ഇവർ ചോക്ക് ചെയിനിൽ ട്രെയിൻ ചെയ്ത ഡോഗാണല്ലേ ഓൾറെഡി?
ചോക്ക് ചെയിൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചോക്ക് ചെയിൻ ചെറുപ്പത്തിലായിട്ട് വലിച്ച് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ചോക്ക് ചെയിനിൽ ഉപയോഗിച്ചാലും അതിനൊരു കുഴപ്പമില്ലാത്ത മട്ടായി. അവൻ വലുതായി, അവൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ മാറി. അപ്പോൾ അവൻ ചോക്ക് ചെയിൻ ഇപ്പോൾ ഉപയോഗിച്ചാൽ വരെ നല്ല രീതിയിൽ നെക്കിനോട് ചേർത്തിടുമ്പോൾ മാത്രമാണ് അതനുസരിക്കുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് അത് ചുമയ്ക്കാൻ നിൽക്കുക. അതുകൊണ്ടാണ് നമ്മൾ വന്നപ്പോൾ തന്നെ പറഞ്ഞത്, ഞാൻ നിന്നോട് ടൈറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ലേ ചോക്ക് ചെയിൻ. നമ്മുടെ ഫസ്റ്റ് വീഡിയോ കാണാത്ത ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ടൈറ്റ് ചെയ്യേണ്ട, അങ്ങനെ പിടിക്കല്ലേ എന്ന് പറഞ്ഞില്ലേ. കാരണം ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആൾ നമ്മുടെ അടുത്ത് ചൂടാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചോക്ക് ചെയിൻ ഉപയോഗിക്കേണ്ടെന്ന്, അങ്ങനെ പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കുളിപ്പിക്കൽ കഴിഞ്ഞിട്ട് ബെൽറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ചവർപ്പ് മണം വരും. അതുകൊണ്ടാണ് ആ ഇത് ഉപയോഗിക്കാണ്ട് നമ്മൾ ചോക്ക് ചെയിൻ ഉപയോഗിച്ചത്. ചോക്ക് ചെയിൻ ഭയങ്കര വലുതാണ്. അപ്പോൾ അതിങ്ങനെ ലൂസിലിട്ടാൽ, രണ്ടും കൂടി ക്ലിപ്പ് ചെയ്യുന്ന പോലെ ലൂസിലിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ് അത് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. കുളിപ്പിക്കാനൊക്കെ നിന്നൊക്കെ അവനായിട്ടുള്ളൊരു ബോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിദ്ധു, നീ മനസ്സിലാക്കണം. അപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ചേട്ടൻ പറഞ്ഞത് അതിട്ടിട്ട് അങ്ങനെ ചെയ്യണ്ട. നമ്മുടെ അവർ പറഞ്ഞത് ഈ കോളറിൻ്റെ മെത്തേഡും അതിനെക്കുറിച്ചിട്ടുള്ള പല കാര്യങ്ങളും, പല ആൾക്കാർക്ക് ഈ കോളറിനെ കുറിച്ചിട്ട് അറിയില്ല. ഇതൊരു ഷോക്ക് വരുന്ന ഒരു ഡിവൈസാണെന്നാണ് അവർ വിചാരം. പക്ഷേ ഒട്ടുമിക്ക ഫോറിനേഴ്സും ഇതാണ് ഉപയോഗിക്കുക. കാരണം ഇവിടെയുള്ള ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ കൈ കൊണ്ടടിക്കുക, പല കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ നമുക്കറിയാം അതെങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുണ്ടാവുക. പിന്നെ ഒരു ഡൗട്ടും കൂടി, ഈ കോളർ ഉപയോഗിക്കുമ്പോഴേ ഡോഗിന്റെ ലൈഫ് സ്പാൻ കുറയും, അതായത് ആയുസ് കുറയുന്നൊക്കെ പറയാം, അതൊക്കെ ശരിയാണ്? എനിക്ക് അങ്ങനെ ഒരു ഇതില്ല, അങ്ങനെ ഒരു ഇത് സയൻറ്റിഫിക്കലി ഒരിക്കലും തെളിയിച്ചിട്ടില്ല. ഞാനൊരു കാര്യം പറയുകയാണ്, ഈ കോളറിൽ സൗണ്ട്, വൈബ്രേഷൻ, ലാസ്റ്റിലുള്ളൊരു സംഭവമാണ് ഈ ഒരു ഷോക്ക് എന്ന് പറയുന്ന ഒരു സംഭവം. ഇപ്പം നിനക്കൊരു സ്വിച്ച് ഇടുന്ന സമയത്ത് ഒരു ഷോക്ക് അടിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിൻ്റെ ലൈഫ് ടൈം കുറയും. ഒരു ചെറിയൊരു സ്വിച്ചല്ലേ വരുന്നത്. ചേട്ടൻ നിനക്ക് കാട്ടിയെന്നുണ്ട്, ഇത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഉപയോഗിക്കാൻ കൊടുത്തിട്ടുള്ള വെറും ഒരു 4000-ൻ്റെ ഈ കോളറാണ്. അപ്പോൾ ആ ഈ കോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ 10 ഫ്രീക്വൻസിയിൽ മാത്രം, അത്ര റേഞ്ചിൽ മാത്രമാണ് സിമുലേഷനുള്ളൂ. സിമുലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഷോക്കിൻ്റെ ലെവലിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതെൻ്റെ കാര്യത്തിൽ കിട്ടി വരെ ഞാൻ അടിച്ചിങ്ങനെ കാട്ടിയെന്നുണ്ട്. അപ്പോൾ ഡോഗിന് എങ്ങനെയാണ് കുഴപ്പം വരുന്നത്? ഡോഗ് എനിമൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻസിനായിട്ടും സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ഒബ്സർവ് ചെയ്യും. മനുഷ്യൻ്റെ പോലെയല്ല. മനുഷ്യൻ എത്ര വട്ടം തെറ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചാലും വീണ്ടും അത് ചെയ്യാൻ നിൽക്കും. പക്ഷേ ഒരു എനിമൽ അങ്ങനെയല്ല. ഒരു എനിമലിൻ്റെ ഉള്ളിൽ ഒരു 100 വട്ടോ 1000 വട്ടോ ഒരു കമാൻഡ് പഠിക്കാണ്ട് കറക്റ്റ് ടൈമിൽ ആ കമാൻഡ് പറഞ്ഞിട്ട്, ഇപ്പോൾ നമ്മൾ പറയുന്ന ഇനഫ് ക്യുക്ക് പോസ് എന്നൊക്കെ പറയുമ്പോൾ അത് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യണുണ്ട്. ഇതൊരു 100 വട്ടോ 1000 വട്ടോ 10000 വട്ടോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. കറക്റ്റ് ടൈമിങ്ങിൽ അത് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞ് മനസ്സിലാവുന്ന പോലെ അതിന് ട്രീറ്റ് ചെയ്ത കറക്റ്റ് ടൈമിങ്ങിൽ ട്രീറ്റിങ്ങും കൂടി ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ, അപ്രിഷ്യേറ്റിങ്ങും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഹി വിൽ ബി ഓൾ റൈറ്റ്. അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ഡിവൈസിനെ കുറിച്ചിട്ട് പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു ഡോഗ് ട്രെയിനറായ വഴിക്ക് അത് ഉപയോഗിക്കുന്ന ഒരു ബിഗിനർ ഡോഗ് ട്രെയിനർക്ക് ഇത് ഞാനത് സജസ്റ്റ് ചെയ്യില്ല. കാരണം അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോഗ് ട്രെയിനേഴ്സ് മാത്രമാണ് അത് ഉപയോഗിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ആളടുത്ത് പറഞ്ഞത്, ഒരു രാജ്യം, നമ്മുടെ രാജ്യം തന്നെ 1000 വർഷങ്ങളിൽ നിന്ന് മുഗളന്മാരിൽ നിന്ന് പിടിച്ചെടുക്കാൻ ഒരു വാളാണ് ഉപയോഗിച്ചത് ശിവാജി മഹാരാജ്. അതുപോലെ തന്നെ ഈ വാളുകൊണ്ട് എത്ര അധികം ക്രിമിനൽ കേസുകൾ നമ്മുടെ അവിടെ ഉണ്ടാക്കേണ്ട ആൾക്കാർ. അപ്പോൾ ഇതുകൊണ്ട് നല്ലതും ചെയ്യാൻ പറ്റും, പൊട്ടയും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡിവൈസ് നല്ല രീതിയിലല്ലാണ്ട് പൊട്ട രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ട് ഒരു ഡോഗിൻ്റെ ബിഹേവിയറിങ് തന്നെ മാറ്റിക്കളയും. മനസ്സിലായോ? ഇപ്പോൾ ഈ ഡോഗ് ഇത്ര കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടിരിക്കുന്നത് കണ്ടോ? ഇത്ര അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന പല ഇതുകൾ. നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവന് ഫ്രണ്ട് സീറ്റിലായിരിക്കുക, ഒരു ഇറിറ്റേഷനും ഉണ്ടാവില്ല അവന് വണ്ടി ഓടിക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും. ഇതൊരു रुको ബ്രോ, ഇതൊരു रुके थोड़ा പ്രാക്ടീസ് കരേഗ ബാദ് में दूसरा जगह पे जाएगा. അങ്ങനെയാണ് ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ സിദ്ധു. അപ്പോൾ ഇത് നല്ല, ഇപ്പോൾ നമ്മുടെ അവിടെയും കുറേ ആൾക്കാർ ഇത് കുറേ ട്രെയിനേഴ്സ് ട്രെയിൻ ചെയ്ത ഡോഗുകളെയും നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. എക്സ്പെഷ്യലി ഞാൻ ആൾക്കാരുടെ പേര് പറയണില്ല, നമ്മുടെ അടുത്തേക്ക് ട്രെയിൻ ചെയ്ത് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൊക്കെ ആ ഡോഗുകൾ ഇട്ടുണ്ടോ വേറെയുള്ള ആൾക്കാർ ട്രെയിൻ ചെയ്തിട്ട് ഈ മെത്തേഡ് നമ്മുടെ കയ്യിൽ നിന്നൊക്കെ കണ്ടുപഠിച്ചിട്ടുള്ളതും പല ആൾക്കാരിൽ നിന്ന് കേട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യാണ്ടും ഇത്ര എക്സ്പീരിയൻസ് ഇല്ലായിട്ടുള്ള കാര്യങ്ങൾ. അതായത് ഒരു ഡോബർമാൻ്റെ പോലെയല്ല ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ബിഹേവിയറിങ്, ഒരു ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ബിഹേവിയറിങ് പോലെയല്ല ഒരു റോട്ട് വില്ലറിൻ്റെ ബിഹേവിയർ. ഇവറ്റകൾക്കൊക്കെ ഒരു പർട്ടിക്കുലർ ഒരു ക്യാരക്ടറുണ്ട്, അതിനനുസരിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. പിന്നെ
ഓരോ ബ്രീഡിനും ഓരോ ബ്ലഡ് ലൈനും വ്യത്യാസമുണ്ട്. ഒരു ജർമ്മൻ ഷെപ്പേർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പല പല ടൈപ്പ് ലുക്കിലുള്ള ജർമ്മൻ ഷെപ്പേർഡുകളുണ്ട്. എക്സ്പെഷ്യലി ലുക്കല്ലാണ്ട് പറയണത് 10,000 രൂപയ്ക്ക് കിട്ടുന്ന ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്, 30,000 രൂപയ്ക്ക് കിട്ടുന്ന ജർമ്മൻ ഷെപ്പേർഡ് ഉണ്ട്, 50,000 രൂപയ്ക്ക് കിട്ടുന്ന ജർമ്മൻ ഷെപ്പേർഡ്, 1,00,000 രൂപയ്ക്ക് കിട്ടുന്ന എന്താണ് അതിൻ്റെ വ്യത്യാസം? ഓരോ ബ്ലഡ് ലൈനിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഇതുകളൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്കാണ് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ വിട്. അത് കഴിഞ്ഞിട്ട് ഓരോ ഏജ് പീരീഡിലും ഡോഗിൻ്റെ ബിഹേവിയറിങ് വേറെ ആയിരിക്കും. 6 മാസത്തിലുള്ള ഡോഗിനെ ഉപയോഗിക്കുന്ന പോലെയില്ല 1 വയസ്സായിട്ടുള്ള ഡോഗിനെ ഉപയോഗിക്കുന്നത്. അതുപോലെയല്ല 2 വയസ്സും 3 വയസ്സായിട്ടുള്ള ഡോഗുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ വന്ന വഴിക്ക് അത് ജീവിച്ചു വളർന്ന അറ്റ്മോസ്ഫിയറൊക്കെ നല്ല രീതിയിൽ ചോദിച്ച് മനസ്സിലാക്കി ഇത് എത്ര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ബൈറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ബൈറ്റ് ഹിസ്റ്ററി ഉണ്ട്, എന്താണ് അവൻ്റെ ആ അറ്റ്മോസ്ഫിയറിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഡോഗുകളുണ്ടോ, ഇതുകളുണ്ടോ, ഏതിലേക്കാണ് എൻ്റെ അഗ്രഷൻ കൂടുതൽ ഇതും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ ഒരു 15 വർഷത്തെ എക്സ്പീരിയൻസും പിന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടും എൻ്റെ എക്സ്പീരിയൻസും ഓഫ് ലീഷിലെത്തിയും പിന്നെ നമ്മൾ എത്ര സ്റ്റേറ്റുകളിലൊക്കെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും നീ തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ ചേട്ടൻ്റെ അടുത്ത്, ചേട്ടാ നല്ല തല്ല് കേരളത്തിൽ കിട്ടാനാണോ ഈ കണ്ട ഹരിയാനയിലും ഡൽഹിയിലും പഞ്ചാബിലും ഗുജറാത്തിലൊക്കെ പോയിട്ട് ഡോഗ് ഓഫ് ലീഷ് ട്രെയിൻ ചെയ്യുന്നത്. നമ്മുടെ എക്സ്പെഷ്യലി നിനക്കിത് പറഞ്ഞു തരാനുള്ള കാരണം ഞാനിതൊക്കെ നിന്നെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നത് ഇനിയിപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞ് ഞാനിത് മാറി നിൽക്കാം. എനിക്കിപ്പോൾ തന്നെ 2-3 കൊല്ലം ട്രാവൽ ചെയ്തിട്ട് എനിക്കത് പറ്റുന്നില്ല. പല ട്രെയിനേഴ്സും അവരുടെ ടെറിട്ടറിയിൽ കൊണ്ടുവന്നിട്ടാണ് ഡോഗിനെ ട്രെയിൻ ചെയ്യുന്നത്. നമ്മൾ ട്രെയിൻ ചെയ്യുന്നത് ഡോഗിൻ്റെ ടെറിട്ടറിയിൽ പോയിട്ടാണ്. അതും 1 ഇയർ 2 ഇയർ ഇത്രയധികം ബൈറ്റ് ഹിസ്റ്ററിയും ബിഹേവിയറിങ് ഇഷ്യൂസുകളുള്ള ഡോഗുകൾ. നമുക്ക് ഈ തരുന്ന ട്രെയിനിങ് ചാർജ് 50,000 1,00,000 ഒക്കെ തരുന്ന ആൾക്കാർ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വീട്ടിലൊക്കെ ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ടൊരു നെഗറ്റീവ് പണിഷ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഡോഗിന് നെഗറ്റീവ് ആവുന്നത് നമ്മുടെ ഡോഗ് ട്രെയിനിങ്ങിൽ പറയുകയാണെങ്കിൽ പോസിറ്റീവ് പണിഷ്മെൻറ്റ്. അത് നമ്മൾ ചെയ്യണില്ല, ചെയ്യാൻ പാടില്ല. മനസ്സിലായില്ലേ? അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അപ്പൻ്റെ അടുത്ത് പുറത്തേക്ക് ഇടും. മനസ്സിലായില്ലേ? ഇത്ര പൈസ തരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അതിൻ്റേതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടാവും, പല പിടിപാടുകളും ഉണ്ടാവും. അപ്പോൾ അവിടെ എങ്ങനെ സ്മാർട്ടായിട്ട് ഡോഗിനെ ട്രെയിൻ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളാണ് ചേട്ടൻ എനിക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇതൊക്കെ ഗ്രാസ്പ് ചെയ്തിട്ട് ആ പവർ അങ്ങോട്ട് എടുക്കാൻ വേണ്ടത്. പെട്ടെന്ന് അങ്ങോട്ട് ഈ ഡിവൈസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ട് പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് തന്നെ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് മതി പിന്നീട് ലൈഫ് ലോങ് നമ്മളത് ഉപയോഗിക്കാണ്ടിരിക്കാൻ. മനസ്സിലായോ? ചില ആൾക്കാരൊക്കെ ബൈക്ക് ഓടിക്കാത്ത എൻ്റെ സുഹൃത്തുക്കളുണ്ട്. എന്താ ഫസ്റ്റ് തന്നെ ഉണ്ടായ ആ പല ഇൻസിഡൻറ്റുകളുണ്ട് പിന്നെ അത് കൈവയ്ക്കാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതിനൊരു ഉദാഹരണമാണ് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നീട് പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നു പറയണത്. അതായത് എനിമൽസിന് അത്രയ്ക്ക് കോൺസെൻട്രേറ്റഡ് ആണ് അവർ. അതവർ അത്രത്തോളം കെയർഫുള്ളായിട്ടാണ് ശ്രദ്ധിച്ച് ഇതാക്കുക. അതുപോലെ തന്നെയാണ് ഡോഗുകൾ. ആ മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു നല്ലൊരു പബ്ലിക്കുള്ള ഏരിയയിലെത്തിയിട്ടുണ്ട്. ഇവിടെ അവനെ ഇറക്കിയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പുതിയ കൂടുതലായിട്ടുള്ള ക്വസ്റ്റ്യനുകളും ഡിസ്കസുകളും ഒക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ? Quick. Okay. Enough. Enough. Quick. Enough. जाओ दे. टच नहीं करना ब्रो. टच नहीं करना ब्रो. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ട്രെയിനിങ് ആണ് കേട്ടോ. ഇന്നലെ നമ്മൾ Sir. അവൻ്റെ ടെറിട്ടറിയിൽ ഒന്ന് നടത്തിപ്പിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൊരു ഭാഗത്ത് കണ്ടില്ലേ, അധികം ആൾക്കാരൊക്കെ ഉണ്ട്. ലീശൊന്നുമില്ല. Hey. Enough. Quick. സെക്കൻഡ് ഡേ ആണ്. ഏകദേശം വൈകിട്ട് ഒരു 5 മണി. Lucky. quick. നമ്മളാണ് ആൾക്ക് പ്രശ്നമൊന്നുമില്ല. അടിപൊളിയായിട്ട് കൂടെ തന്നെ നടക്കുന്നുണ്ട്. Lucky. Quick. Enough. ഓണർക്ക് ഒരു കോൺഫിഡൻസ് കുറവ്. അതായത് മുമ്പ് പിന്നെ പുറത്ത് കൊണ്ടുപോയ ടൈമിലൊക്കെ ആള് ഭയങ്കര വലിച്ചുകൊണ്ട് പോവുക. അതുപോലെ ഡോഗിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. ഒരു ഭാഗത്ത് പോയി സ്മെല്ല് ചെയ്തുകൊണ്ട് നിൽക്കുക. പിന്നെ ഡോബർമാൻ ആയതുകൊണ്ട് അത്യാവശ്യം വലിപ്പമുണ്ട് ആള്. നമ്മുടെ കയ്യിലൊന്നും നിൽക്കില്ല, നമ്മളെ വലിച്ചുകൊണ്ട് പോകും. മനസ്സില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗ് മുമ്പ് പുറത്ത് കൊണ്ടുപോയ ടൈമിലൊക്കെ ഭയങ്കര ലീസ് പുള്ളിങ്ങും കാര്യങ്ങളൊക്കെ വയസ്സായിട്ടൊന്ന് കൂടെ പോയിട്ടുണ്ട്. പിന്നെ ഡോബർമാൻ ഇവൻ ജസ്റ്റ് ഒരു 9 months ആയിട്ടുള്ളൂ.
വീഡിയോയിൽ അവൻ്റെ സൈസ് അറിയുമോ അറിയില്ല. Enough. അത്യാവശ്യം നല്ല ബോൺ സൈസൊക്കെ ഉള്ള ഡോഗാണ്. Enough. Enough. Good. Enough. Push. Push. गाड़ी में डालेंगे दूसरे जगह से. Quick. Push. Push. Quick. Let's go free. Yay! अच्छा से चलेगा. ഇപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് തോന്നുന്നത്. ഇന്നലെ നമ്മൾ അവൻ്റെ ടെറിട്ടറിയിൽ ഓഫ് ലീഷിൽ കൊണ്ടുപോയി. ഇന്നിപ്പോൾ രണ്ടാമത് വേറൊരു സ്ഥലത്ത് ഇവൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്ന് തോന്നുന്നത്. നമുക്കറിയില്ല. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ക്രൗഡായിട്ടുള്ള ഒരു ഏരിയ ആണ്. Get in. ആ ലാസ്റ്റ് ടൈമിൽ ഞാൻ കണ്ട അവനെ ഫ്രീ ആക്കി ഇത് കണ്ടു. അവനെ തട്ടി ഒഴുകിയ ഡോഗ് ഓടിപ്പോയത് കണ്ടു. അത്ര നേരം ഹോൾഡായി നടന്നതിന് നമ്മൾ അവനെ അപ്രിഷ്യേറ്റ് ചെയ്ത് ഒന്ന് ഫ്രീ ആക്കി വിട്ടു. ആ ഫ്രീയും കൂടി പഠിപ്പിക്കണം. അതാണ് സ്മാർട്ട് ട്രെയിനിങ്. അല്ലാണ്ട് ഫുൾ ടൈം ഇങ്ങനെയായിട്ട് നടക്കരുത്. നമ്മൾ പറയുമ്പോൾ കൺട്രോളബിൾ ആവുക, അല്ലാത്ത സമയത്ത് ഫ്രീ ആവുക. ഫ്രീ ഹോൾഡ് ചെയ്യാൻ പഠിപ്പിക്കുമ്പോൾ തന്നെ ഫ്രീ കമാൻഡ് പഠിപ്പിക്കണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ ഡിവൈസ് ഇട്ടിട്ട് കുറേ ഡോഗുകളുടെ ആറ്റിറ്റ്യൂഡൊക്കെ പോയിട്ടുള്ള ഡോഗുകൾ വീണ്ടും ട്രെയിനിങ്ങിന് വേണ്ടി ബിഹേവിയറിങ് ഇഷ്യൂസുകളായി ഈ കൊളർമ പോലും കൺട്രോളബിൾ അല്ലാണ്ട് വന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. പരമാവധി ഇത് സൗണ്ടിലും വൈബ്രേഷനിലൊക്കെ ഉപയോഗിക്കുക. സിമുലേഷൻ അതും ഭയങ്കര ഫ്രീക്വൻസി കുറച്ചിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കണം. അല്ലാണ്ട് ഇത് അറിയാത്ത രീതിയിൽ ഉപയോഗിച്ചാൽ പിന്നെ അതുമുള്ള ഒരു ഉപയോഗമില്ലാത്ത പോലെ. അങ്ങനെ ഒരുപാട് ഡോഗുകൾ പല ട്രെയിനേഴ്സും ട്രെയിൻ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പല ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എടുത്ത് പറയാൻ പറ്റാണ്ടെന്നല്ല, പേരെടുത്ത് ഞാൻ പറയാത്തതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന്. പിന്നെ ഞാൻ പലർക്കും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകും. അതൊക്കെ അവർക്കൊരു ജോലി മാത്രമായിട്ട് പോകുന്ന ആൾക്കാരാണ്. അതൊരു ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് അവർ ആറ്റിറ്റ്യൂഡൊക്കെ കണ്ടെന്ന് വെച്ചാൽ വേറെ പോലെയാണ്. ഞാൻ അതിനെ കുറിച്ചിട്ടല്ല പറയുന്നത്. പക്ഷെ അവരൊക്കെ ഇങ്ങനെ അന്യ സംസ്ഥാനത്ത് പോയിട്ട് പല ഇത്ര ഏജുള്ള ഡോഗുകളെ ഇതുപോലെ 3, 4, 5 ദിവസം കൊണ്ടൊക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ള വീഡിയോകളൊക്കെ കാട്ടിത്തരും. അങ്ങനെയാണെങ്കിൽ നമ്മളത് റെസ്പെക്റ്റ് ചെയ്യും. വലിയ ആൾക്കാരായിട്ട് പറയണതല്ല. ഇത് അത്രയ്ക്ക് ഹാർഡ് വർക്കാണ്. ഭയങ്കര ഏത് സമയത്തും ഒരു പ്രോബ്ലം അപ്പോൾ കാണിക്കുന്നു. അപ്പോൾ അവനെ ആ കൺട്രോൾ ചെയ്തിട്ട് അവിടെ നിൽക്കുന്നതാണ് നമ്മുടെ. അപ്പോൾ അവനെ അവിടെ പോകാൻ നോക്കണം. ഗുഡ് ബോയ്. അപ്പോൾ നല്ല രീതിയിൽ ഇത് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലേ? पहले ऐसा डॉग देखे तो कैसा करेगा? हाँ, सीधा उसके आंग पे जाता था भूखने के लिए, नहीं तो काटने जैसा करने के लिए हमको खींच के लेके जाता था. ഫ്രീ ലീസിനകത്ത് നോക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആ ഓണേഴ്സിനത് എക്സ്പീരിയൻസ് ചെയ്ത് പവറാക്കി കൊടുക്കുക. നമുക്ക് അവർക്ക് ആ എനർജി കൊടുക്കാൻ പറ്റും, എക്സ്പീരിയൻസ് കൊടുക്കാൻ പറ്റും, ഡോഗ് പോവില്ല എന്നുള്ള കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് അവനിറക്കി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ വേറെ ഇൻ ഫ്രണ്ട് ഓഫ് വേറെ ഡോഗ്സ് ഉണ്ട്. ഡോഗ്സിനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ്റെ ആറ്റിറ്റ്യൂഡ് നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അവനെ ഇൻഡിക്കേഷൻ കൊടുക്കണമെങ്കിൽ ഒരു സൗണ്ട് അല്ലെങ്കിൽ ഒരു വൈബ്രേഷൻ ഷോക്ക് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യുന്നില്ല. ഇതിൻ്റെ യൂസേജ് അടക്കം അതിൻ്റെ ഓണർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മുമ്പൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഡോഗിനെ കണ്ട ക്യുക്ക് അറ്റംപ്റ്റാണ് ആളുടെ. ഇപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യാനും കൂടി പഠിപ്പിക്കുകയാണ്. നമ്മുടെ കൺട്രോളിലാണോ ഡോഗ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൻ്റെ ഓണറാണ് അവിടെ നിൽക്കുന്നത്. ഓണർ മറ്റൊരിടത്ത് ഡോഗിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഡോഗ് ടെൻസ്ഡ് ആയിട്ട് അങ്ങോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ ഓണറടക്കം അടുത്ത് തന്നെ വെച്ചിട്ട് ആ കമാൻഡ് സിറ്റ് എന്നുള്ള കമാൻഡ് ഒക്കെ നമ്മൾ ചെയ്ത് നോക്കുകയാണ്. നമുക്കൊന്നും കൂടി അടുത്തുകൂടിയൊക്കെ ഒന്ന് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡോഗ് എത്രയ്ക്ക് ഫ്രണ്ടോട്ട് പോകണം അത്രത്തോളം നമ്മൾ ബാക്കിലോട്ടാണ് വരുന്നത്. എന്നിട്ട് ഒന്നും കൂടി ഡോഗിനെ ഹോൾഡ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഡോഗിനെ അപ്രിഷ്യേറ്റ് ചെയ്യണം, എങ്ങനെ നടക്കണം. നമ്മൾ ഫസ്റ്റ് തന്നെ അവൻ്റെ ഓണർ നടന്നപ്പോൾ ഒരു ഷൈ പോലെയാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മാറാനാണ് നമ്മൾ അവനെ ഒപ്പം നടത്തിയിട്ട് ഇപ്പോൾ നമ്മൾ നടക്കുന്നത് കണ്ട ആ ലെഗ് ഇൻഡിക്കേഷൻ ആക്കിയിട്ടാണ്
നടത്തുന്നത്. ആ ലെഗിൻ്റെ ടച്ചിങ് പോയിട്ടുണ്ടെങ്കിൽ ഡോഗ് അങ്ങനെ പോകാൻ പാടില്ല. ഇതാണ് അതിൻ്റെ ഓണർ. ഒറ്റയ്ക്ക് തന്നെ കൊണ്ടിരിക്കുകയാണ് ആളെ പ്രാക്ടീസ് ചെയ്യും. आप कितना स्पीड में ही जाओ. ഓണർക്ക് പരമാവധി കോൺഫിഡൻസ് ബിൽഡാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പുറത്തുകൂടെ ഇടയ്ക്ക് ഒരു വടിയൊക്കെ കൊണ്ടിട്ട് അടിച്ചടിച്ചിട്ട് ഒരാൾ പോകുന്നുണ്ട്, ഒരു ഡോഗും കൊണ്ടിട്ട്. വടി കൊണ്ടൊക്കെ ഒരടിയാണ് മണ്ടയമ അധികം നിൽക്കുമ്പോഴത്. അപ്പോൾ നമ്മുടെ ആള് സിറ്റ് ബോളോ ഇങ്ങനെ മുന്നോട്ട് പോയി ക്യുക്ക് ബോൾക്ക് സ്റ്റാർട്ട്. ഇങ്ങനെ ഓവറായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പണിഷ്മെൻറ്റ്, നെഗറ്റീവ് പണിഷ്മെൻറ്റാണ്. ഒന്നിരുത്തിയിട്ട് പോവുക. അല്ലെങ്കിൽ നമ്മുടെ കാലാണ് ഇൻഡിക്കേഷൻ. ആ കാലിൻ്റെ ഇൻഡിക്കേഷൻ അനുസരിച്ചിട്ട് ഡോഗ് പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു ഡോഗ് നടക്കുന്നത് കണ്ടപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളവിടെ നിർത്തിയിട്ട്, ഇപ്പോൾ ഡോഗ് അവൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മെല്ല് ചെയ്യുന്ന കണ്ട നല്ല കൊണ്ട് ഗ്രാസ്പ് ചെയ്തിട്ട് അവിടെ അവൻ്റെ ടെറിട്ടറി മാർക്ക് ചെയ്യണം അവന് മൂത്രം വെച്ചിട്ട് ആണ് അവരെ ഇത്. ഇപ്പോൾ അവിടെ ഒരു ഡോഗ് യൂറിൻ ചെയ്ത് പോകണ കണ്ട. പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് ഡോഗ്സിനെ കണ്ടു, അവനെ പോലെ തന്നെ ഒരു ഡോബർമാൻ. അപ്പോൾ അവനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ 1-2 പ്രാവശ്യം ട്രൈ ചെയ്തു പോകാനായിട്ട്, പക്ഷെ നമ്മളത് കറക്റ്റ് ചെയ്തിട്ട് കണ്ടില്ല. ഇപ്പോൾ ഡോഗ്സിനൊപ്പം നടക്കുന്നത്, അവന് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. ചെറുതായിട്ട് അവൻ അങ്ങോട്ട് നീങ്ങാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. കണ്ടില്ലേ, ഏകദേശം 4 ഡോഗ്സ് ഉണ്ട് നമ്മുടെ ഒപ്പം തന്നെ നടക്കുന്നത്. അവനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, ഡോഗ് അവൻ്റെ ബാക്കിൽ തന്നെ പോകുന്നുണ്ട് ഇങ്ങനെ സ്മെല്ല് ചെയ്തിട്ട്. അവൻ്റെ ബാക്കിൽ തന്നെ പോകുന്നുണ്ട് ഡോഗ്. വേറൊരു ഡോബർമാൻ. അപ്പോൾ കണ്ടില്ല, അവൻ്റെ ബാക്കിൽ ഇങ്ങനെ 3 പട്ടികളുണ്ട്. അവൻ ഒരു തരത്തിലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഒരാഴ്ചയോ 2 ആഴ്ചയോ 1 മാസമൊന്നും അല്ല കേട്ടോ. ജസ്റ്റ് ഇന്നലെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു എൻ്റെ ട്രെയിനിങ്. ഇന്ന് വൈകുന്നേരമായി. ബാക്കിൽ ഒരു ഡോഗ്.
അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓഫ് ലീഷിൽ. ബാക്കിൽ ഡോഗ്സൊക്കെ ഉണ്ട്. ഓണർക്ക് ചെറിയൊരു പേടി അങ്ങനെ കൊണ്ടുപോകാൻ, ഇടയിൽ വെച്ച് ആളിങ്ങനെ ഓടിപ്പോവുക അങ്ങനെ എന്തെങ്കിലും. അതിനാണ് വൈശാൻ്റെ കൂടെ നിൽക്കുന്നത്, ഓണർക്കൊരു കോൺഫിഡൻസിന് വേണ്ടി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആളിന്ന് തന്നെ സെറ്റാവും. അപ്പോൾ നമ്മൾ കുറച്ച് ടൗൺ ഏരിയയിലേക്കൊക്കെ പോയിട്ട് ഒരു വാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. അവിടെ അവന് ഒരുപാട് കറക്ഷൻ, ഡോഗിന് ഇവിടെ ചെയ്യാൻ പറ്റും, നമ്മൾ ഒരുപാട് കറക്ഷൻ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വാക്കിങ്ങിന് പോയ ടൈമിൽ ലീസൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാവും, ലീസൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോയ ടൈമിൽ അവനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡോഗ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ 1-2 പ്രാവശ്യം അവരോടൊക്കെ പോകാൻ വേണ്ടി നോക്കി. പക്ഷെ നമ്മൾ അപ്പം തന്നെ അവന് ഒരു നോട്ടിഫിക്കേഷൻ പോലെ നമ്മൾ കൊടുത്തു പോകാൻ പാടില്ല എന്നുള്ളത്. നമ്മൾ അപ്പം തന്നെ പറഞ്ഞ ഡോഗിനെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അവൻ്റെ ടെറിറ്ററിയില്ല, ഇതിപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് അവൻ്റെ വീടും കാര്യങ്ങളും. മോർണിംഗ് ഡെയിലി ഇതിൽ കൂടെയൊക്കെ നടക്കാനൊക്കെ വരുന്നതാണ് ആൾ. നമ്മളൊരു കണ്ടില്ലേ, ഓണറൊപ്പമാണ് ആൾ. अभी ऐसा एक्सपीरियंस जैसा एक फील हो रहा है, मतलब एक्सपीरियंस आया है कैसे ये करना चाहिए हैंडल उस टाइम पे, या वो सिचुएशन पे जाते समय कैसा लेके जाना चाहिए, वो भी वो एक्सपीरियंस की वजह से थोड़ा ये आया, समझ में आया कैसा करना है कैसा नहीं, कॉन्फिडेंटली जाना है. ऐसे बैठे वाला अपने को भी बहुत अच्छा लगता है, इधर जाएंगे उस टाइम. നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റ് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ആൾക്ക് തീരെ ക്ഷമയൊന്നും ഉണ്ടായിരുന്നില്ല, ഡോഗിന് പേഷ്യൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളതെല്ലാം ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഒരു 10-15 മിനിറ്റായി ആളവിടെ. ഇടയിലെ ആളൊന്ന് എണിച്ച് പോകാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ള बाहर कहीं लेके जाएंगे ना वॉकिंग के लिए കമാൻഡും കാര്യങ്ങളൊക്കെ मॉर्निंग കൊടുത്ത് में, അവനെ कोई correct ചെയ്യും. देखेगा तो रुक के पूछता है कहाँ से लिया कितने में लिया. इसका क्वालिटी अच्छा है ना. हाँ 60 किलो पाहिजे. करताना काय करा, दादाची केरला का क्वालिटी सब हाँ